എല്ലാവർക്കും പുളിയും സ്വാദിലേക്ക് സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദിൽകുഷ് അല്ലെങ്കിൽ കോക്കനട്ട് ബൺ എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഈസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. പിന്നീട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വെക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂടല്ല, ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു മുട്ട, ആ മുട്ടയും കൂടി ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ വെറുതെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 കപ്പ് മൈദയാണ്. അപ്പോൾ ഈ 2 കപ്പ് മൈദയിൽ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കണം. കുറേശ്ശെയായിട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് മയത്തിൽ കുഴിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് കുഴിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ആ ഒരു മൈദ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഞാൻ വീണ്ടും കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരു പകുതി ആകുമ്പോഴേക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ്. നിങ്ങൾക്ക് ഡാൽഡ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓരോരുത്തരുടെയും ക്ലൈമറ്റ് അനുസരിച്ച് ടൈമിന് മാറ്റം വരും. ഞാനിവിടെ ഏകദേശം 2 മണിക്കൂറാണ് ഇത് പൊങ്ങാനായി മാറ്റി വയ്ക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാൻ അതിലേക്കൊരു 3 സ്പൂൺ, അതായത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് ഓപ്ഷണലാണ്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. അപ്പോഴേക്കും അതിൻ്റെ നല്ലതായിട്ടൊരു മയം വരും. അപ്പോൾ ഞാനിതിവിടെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി പലകയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഞാൻ മയപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോറിൽ വേണമെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മയപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇനി ഇത് 2 പാർട്ടാക്കണം. അപ്പോൾ 2 പാർട്ട് എന്ന് പറയുമ്പോൾ അടിവശത്തുള്ളത് ചെറുതായിരിക്കണം, മുകൾ വശത്ത് വരുന്നത് വലിയ ബൗളും ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ വലിയ ബൗളും ചെറിയ ബൗളും നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ ചെറിയ ആ ഒരു താഴെ വരുന്ന ഭാഗമാണ് ഞാനിപ്പോൾ പരത്തുന്നത്. നേരത്തെ മറ്റേത് പരത്തി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല കട്ടി കൂടി നല്ലതായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഫില്ലിംഗ് എടുത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിലേക്ക് അധികം വരരുത്, നടുക്ക് വശത്തായിട്ട് തന്നെ കൂടുതൽ വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സൈഡിലേക്ക് കൂടുതൽ വരാതെ ഫില്ലിങ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഞാനിങ്ങനെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെ വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലൊരു അടപ്പെടുത്താൽ മതി നമുക്കിങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇതും കൂടി ആ ഒരു നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു മുകളിലത്തെ ആ ഒരു പാർട്ട് കൂടി ഞാനിതിലേക്ക് മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഏകദേശം 1/2 മണിക്കൂർ കൂടി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. കണ്ടില്ലേ, അത് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴും സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ, അതായത് യോക്ക് മാത്രമേ നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതും കൂടി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുഴുവൻ മുട്ട വേണമെങ്കിലും ഇതുപോലെ ബീറ്റ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ മുട്ടയുടെ മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം അങ്ങനെ വരുമ്പോൾ ഈ ഒരു അപ്പത്തിന്, അതായത് നമ്മുടെ ദിൽകുഷിന് നല്ലൊരു മയം വരും. അപ്പോൾ ഇവിടെ ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തൊരു പാത്രമാണിത്. അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ദിൽകുഷിൻ്റെ ഇത് നമ്മൾ അതിലേക്ക് വെക്കുകയാണ്.
ഇനി ഏകദേശം നമ്മളൊരു 40 മിനിറ്റോളം ഇത് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഞാൻ അതിലേക്ക് ഒരല്പം ബട്ടർ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബണ്ണൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കട്ട് ചെയ്യാവൂ, അല്ലാതെ കട്ട് ചെയ്തെടുക്കരുത്. അപ്പോഴേക്കും ഇത് ശരിയായിട്ട് വരത്തില്ല. അപ്പോൾ ഇത് നല്ല മയത്തിൽ തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നടുക്ക് ഭാഗത്ത് മാത്രമേ വെക്കാവൂ എന്നുള്ളത്, സൈഡിലേക്ക് ഒത്തിരി പോകരുതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബണ്ണിവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ബണ്ണിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോക്കനട്ട് ബഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.